ഇപ്പൊ കുട്ടികൾക്ക് ഗ്യാസ് ട്രബിൾ വരാറുണ്ട്. അതിനുള്ള റീസൺസ് എന്താണ്? അതിന് ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ജങ്ക് ഫുഡ് തന്നെ. ജങ്ക് ഫുഡ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളിപ്പം പറയുന്നത് കുട്ടികളെ രണ്ട് ശത്രുക്കളെ പാരൻസിൻ്റെ, ഉം. ഒന്ന് മൊബൈൽ ഫോണും രണ്ടാമത്തത് ജങ്ക് ഫുഡും. ഉം. മൊബൈൽ ഫോണിന്റെ ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ. ജങ്ക് ഫുഡിനെ കൊണ്ടുപോകാൻ കുട്ടികളുടെ വയറിന് പ്രശ്നം. ഗ്യാസ് ട്രബിൾ നമ്മൾ ഉദ്ദേശിച്ചത് നിങ്ങൾ വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിലൊരു ആ. അസ്വസ്ഥത, അതുപോലെ വയറ്റിൽ നിന്ന് ചിലപ്പോൾ പോകാതിരിക്കും. ഏറ്റവും പ്രശ്നം കാരണം ഇപ്പം കോൺസ്റ്റിപ്പേഷൻ വളരെ കൂടുതലാണ്. അതിൻ്റെ ഉം. പ്രധാന പ്രശ്നം ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് എന്താണെന്നല്ലോ, ഉം. എന്ത് നമ്മൾ എല്ലാ പാക്ഡ് ഫുഡും ജങ്കാണ്. ഉം. അതായത് കൂടുതലായിട്ട് കാലറി ഉള്ള ഫുഡ്, കൂടുതൽ മൈദയിൽ ഉണ്ടാക്കുന്ന ഫുഡുകൾ, ഉം. ഷുഗർ കൂടുതലുള്ളത്, സാൾട്ട് കൂടുതലുള്ള എല്ലാ പാക്ഡ് ഫുഡും, ഡ്രിങ്ക്സും, ഇപ്പം നമ്മൾ ബോട്ടിൽ വരുന്ന ഡ്രിങ്ക്സ്, ഉം. ഇതൊക്കെ എല്ലാം ജങ്ക് ഫുഡാണ്. പിന്നെ ഓവറായിട്ട് ഫ്രൈ ചെയ്ത സാധനങ്ങൾ, ഇതൊക്കെ ജങ്ക് ഫുഡാണ്. ഉം. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളെ ഏറ്റവും വലിയ പ്രശ്നം. അവർ നമ്മൾ ഈ സ്നാക്കിങ് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവരെ വയറ് ഡിസ്റ്റർബ് ആവും. കുട്ടി രാവിലെ എണീച്ചാൽ ഛർദ്ദിക്കും, കുട്ടി ഇടയ്ക്കിടയ്ക്ക് വയറ് വേന പറയും. ഈ കുട്ടി വയറ്റിന്ന് പോകില്ല. നമ്മളിപ്പം ഡെയിലി ഫുഡ് കഴിക്കുമ്പോൾ ഡെയിലി നന്നായിട്ട് രീതിയിൽ വയറ്റിന്ന് പോകണം. പല കുട്ടികളും ഡെയിലി വയറ്റിന്ന് പോകില്ല. ഇങ്ങനെ പോകാതിരുന്ന എന്താ പറ്റുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ കുട്ടി തീരെ പോകില്ല. ഉം. പിന്നെ നമ്മൾ എൻകോപ്രസ് എന്ന് പറയും, അത് അറിയാതെ കുട്ടി കുറച്ചായിട്ട് മലം പോകും. ഈ കേസ് നിങ്ങൾ വിശ്വസിക്കില്ല, അത്രയും കൂടി വരുന്നുണ്ട് ഇന്നത്തെ ഈ ഓട്ടിസം മാതിരി തന്നെ. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ, ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും. ഉം. ഇതൊക്കെ ഈ ജങ്ക് ഫുഡിൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്താൽ കുട്ടിക്ക് നന്നായി ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കുട്ടി നിങ്ങൾ കഴിക്കുമ്പോൾ കുട്ടീനെ കൊണ്ട് സ്വന്തമായിട്ട് കഴിപ്പിക്കുക. ഉം. അതാണ് നമ്മൾ ചെയ്യാൻ പറ്റും. നമ്മളെ എങ്ങനെ പണ്ട് നമ്മുടെയൊക്കെ പാരൻസും ഗ്രാൻഡ് പാരൻസും വളർത്തുക, അതുപോലെ ഇന്നും കുട്ടികളെ വളർത്തുക. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉം. നമ്മൾ ഈ പലപ്പോഴും അഡ്വർടൈസ്മെൻറ്റും ഇതൊക്കെ കണ്ട് ഇതൊക്കെ നല്ല സാധനങ്ങൾ വെച്ചിട്ട് കുട്ടികളപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എല്ലാം മാൾ കൾച്ചറല്ലേ, മാളിലൊക്കെ ഉം. പോകുമ്പോൾ കുട്ടികൾ ആടിയിടുമ്പോൾ ഓടിച്ചാടി വാങ്ങും. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി കുട്ടികൾ നല്ല രീതിയിൽ വളർത്തിയാൽ ഇതുപോലത്തെ നിങ്ങൾ ഈ പറയുന്ന ഗ്യാസ് ട്രബിളും ഇതൊന്നും ഒഴിവാക്കാം. കംപ്ലീറ്റ്ലി ഒഴിവാക്കാം.